മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരനെ, മലാക്കി പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം മുതൽ നാം വിശകലനം ചെയ്യുക. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആഗതമായിരിക്കുന്ന ഒരു അവസരത്തെയാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കുവാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപേക്ഷിതനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. സ്വർഗീയ രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാണ്, പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് നാം എത്തണമെങ്കിൽ പരിശുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇന്ന് നാം ചിന്തിക്കുക, നാം കർത്താവിൻ്റെ കൂടെ പരിശുദ്ധിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? അഥവാ നമുക്ക് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിലെങ്കിലും അനുദപിച്ച് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുക. അതാണ് വചനം പറയുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ അനുദപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഇപ്പോൾ കരുണ ലഭിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് നീതിമാനാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. എന്നും നമ്മളിലേക്ക് ഈ കരുണ ലഭിക്കില്ല. വളരെ ദുർഘടകമായ ഒരു അവസ്ഥയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവജനം കാതോർക്കുക, വചനം ശ്രവിക്കുക, ഗ്രഹിക്കുക, ഉദ്ഘോഷിക്കുക, പ്രാവർത്തികമാക്കുക. അതിനുള്ള കൃപകൾ ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.